യേശുവേ യേശുവേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിമിഷം ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഏതെല്ലാം വ്യക്തികൾ കടന്നു വരുന്നുവോ, ഏതെല്ലാം മേഖലകൾ കടന്നു വരുന്നുവോ, ഏതെല്ലാം ആഗ്രഹങ്ങൾ കടന്നു വരുന്നുവോ, ആ മേഖലയിലുള്ള ഓരോ ബന്ധനവും കെട്ടുകളും യേശു അഴിക്കുന്ന സമയത്ത്, സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഓരോ മേഖലയുണ്ട്. എത്ര ശ്രമിച്ചിട്ട് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതത്തിലേക്കും യേശു കടന്നു വരികയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന യേശു ഇതാ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. വിടുതലായി, സ്നേഹമായി, സൗഖ്യമായി, സമാധാനമായി ഇതാ യേശു കടന്നു വന്നിരിക്കുന്നു. ഓരോ നാമം പറയട്ടെ, എന്റെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ എനിക്ക് സമാധാന സന്തോഷമുണ്ട്. യേശുവിന്റെ നാമത്തിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ലഭിക്കൂ. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ സൗഖ്യത്തിനായി, നമ്മുടെ മോചനത്തിനായി, നമ്മുടെ വിടുതലിനായി ഒറ്റൊരു നാമമേ ഉള്ളൂ, യേശു. യേശു. ഈ നാമം ആര് പ്രാർത്ഥിക്കുന്നുവോ, ഇന്നേ ദിവസം ഈ കുടുംബത്തില്, ഈ വ്യക്തിയില് അത്ഭുതം കാണും, അത്ഭുതം കാണും. പ്രാർത്ഥിക്കുക. ഈ വ്യക്തികളെല്ലാം യേശുവിന്റെ സാക്ഷിയായി മാറുകയാണ്, യേശുവിന്റെ സ്നേഹം അനുഭവിക്കുകയാണ്. യേശുവിന്റെ സ്നേഹം അനുഭവിച്ചവരെല്ലാവരും പ്രാർത്ഥിക്കണം, എന്റെ ജീവനേക്കാൾ നീ വലുതാണ് എന്റെ യേശുവേ. അങ്ങയുടെ സ്നേഹത്തിന്, അങ്ങയുടെ നാമത്തിന് ഒപ്പത്തിന് നിൽക്കാൻ ഈ ലോകത്തിന് ഒന്നിനും സാധിക്കില്ല. എന്റെ യേശുവേ, എന്റെ സ്നേഹമാണ് യേശു, എന്റെ ജീവനാണ് യേശു. ഓരോ വ്യക്തികളും പറയട്ടെ, ഓരോ നാമം പറയട്ടെ. പ്രേമഗീതമാ യേശുനാഥനേ, എൻ പ്രേമഗീതമാ യേശുനാഥനേ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന, ആരാധന, ആരാധന. സൗഖ്യം കിട്ടിയവര്, വിടുതൽ കിട്ടിയവര്, സ്നേഹം അനുഭവിച്ചവര് എല്ലാവരും പറയട്ടെ, യേശുവേ ഞാനൊക്കെ ആരാധിക്കുന്നു എന്ന് പറയട്ടെ. യേശുവേ, സ്നേഹമേ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യേശു ശക്തമായി പ്രവർത്തിച്ചിരിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കുചേർന്ന ഓരോ വ്യക്തിയെയും ദൈവം തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുകയാണ്, വിടുതൽ നൽകിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാം യേശുവിന്റെ മഹത്വം കണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഓരോ അതിരവും ഈ നിമിഷം പറയുവാൻ തയ്യാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവമഹത്വം നിറഞ്ഞിരിക്കുന്നു, അവരെ ദൈവം അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം മുതൽ തീരുമാനമെടുക്കുക, എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഈ ലോകത്ത് എല്ലാറ്റിനേക്കാളും വലിയവനാണ്, മതിയായവനാണ് എന്റെ യേശു. തിരിച്ചറിഞ്ഞവരെല്ലാം നന്ദി പറയട്ടെ, തീരുമാനമെടുക്കട്ടെ. എന്റെ യേശുവിന്റെ ജീവിതമാണ്, ദാനമാണ് എന്റെ ഈ ജീവിതം. ഈ ജീവിതം ഞാൻ യേശുവിന്റെ മഹത്വത്തിനായി മാറ്റും. എന്റെ യേശുവിന്റെ കൃപ മതി, എനിക്ക് എന്റെ യേശുവിന്റെ കൃപ മതി. എല്ലാ നാവും പറയട്ടെ. ഈ പറഞ്ഞ വ്യക്തികളുടെ മേല് ഇതാ യേശുവിന്റെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഇവരിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. ലോക അതിർത്തികൾ വരെ പോയി ഓരോ വ്യക്തികളും യേശുവിന്റെ സാക്ഷിയായി തീരുകയാണ്. സഹോദരങ്ങളെ, ഈ ആരാധിച്ച ഓരോ വ്യക്തിയും പറയട്ടെ, എനിക്ക് യേശുവിന്റെ കൃപ മതി. ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ, യേശുവേ.